2024 മാത്രം ഏകദേശം 7500 കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആളുകൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ട് വായിച്ചു നോക്കാതെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പോളിസി കൃത്യമായിട്ട് പഠിച്ചില്ല, ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇത്ര വരെയാണ് ഉള്ളത്, വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു പോയി, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് 7500 കോടി രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് 2024 കണക്ക്. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണോ, നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വാങ്ങണം എന്ന് പറയുന്നത്. ഏകദേശം 55% ആളുകൾ ഇത്തരത്തിൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാതെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് ഇൻഷുറൻസ് ബാധകമാണോ, അതുകൂടാതെ മാനസികപരമായ ചികിത്സകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുമോ, അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബ്രോഷർ വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ അത് എടുക്കാൻ പാടുകയുള്ളൂ. അതുകൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിലുപരി എന്തൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ ആളാണെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രായമായ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഇവരെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ് വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ് വാല, ബി ദ ബോസ്.